നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ മർദ്ദിച്ച യാത്രക്കാരൻ മരണപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം നടന്നു. ചേർപ്പ് സ്വദേശി ഷാജി ആക്രികൾ ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് യന്ത്രം ഷാജിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മീഡിയ 4 അന്വേഷണം. ആനച്ചമയ കലാകാരൻ പെരുമ്പളിശ്ശേരി പടിഞ്ഞാറേപ്പുരയ്ക്കൽ പി കെ ശങ്കരൻകുട്ടി നിര്യാതനായി. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ചെയ്ത സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 68കാരൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഏപ്രിൽ 2-നായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് വരികയായിരുന്ന ശാസ്ത ബസ്സിൽ വെച്ചാണ് സംഭവം. കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ച് വീണ് പരിക്കേറ്റത്. സംഭവത്തെക്കുറിച്ച് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. കരുവന്നൂർ രാജാ കമ്പനിയുടെ സമീപത്തു നിന്നാണ് പവിത്രൻ ബസ് കയറിയത്. ബംഗ്ലാവിനടുത്തുള്ള KSEB ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു. ആദ്യം 10 രൂപ നൽകിയെങ്കിലും 13 രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിനാൽ 500 രൂപ നൽകി. തിരിച്ച് 480 രൂപയാണ് കണ്ടക്ടർ നൽകിയത്. ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടയിൽ പവിത്രൻ ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു. പുത്തൻതോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്ന് ചവിട്ടി. നിയന്ത്രണം വിട്ട് തലയടിച്ചു വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു. വീണുകിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായി പറയുന്നു. സംഭവം കൊണ്ട് ഓടിക്കൂട്ടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹത്തെ ആദ്യം മാപ്പറാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്ക് 6 തുന്നലുണ്ടെന്നും കഴുത്തിൽ എല്ല് പൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുത്ത ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പവിത്രന്റെ ഭാര്യ കൗസല്യ, മക്കൾ പ്രണവ്, പ്രിയ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം നടന്നു. കേരളത്തിലെ വ്യാപാരികൾക്ക് ജനപ്രതിനിധികളിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാലേ വ്യാപാര മേഖലയ്ക്ക് മാറ്റമുണ്ടാകൂ എന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി AR വിനോദ് കുമാർ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കൽ മാധവ കോംപ്ലക്സിൽ നടന്ന പൊതുയോഗത്തിൽ അടുത്ത വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് സുനിൽ സൂര്യ, സെക്രട്ടറി ജോജി ജേക്കബ്, ട്രഷറർ ബെറ്റ്സ് എലവത്തിങ്ങൽ എന്നിവരെ തെരഞ്ഞെടുത്തു. പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്താനായിട്ടുള്ള ധൈര്യം നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഞ്ചായത്തിന്റെ മുമ്പിൽ തള്ളുവണ്ടിയില് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വഴിയോര കച്ചവടത്തിനെതിരെ വലിയ സമരം നടത്തിയത്. അതിനുവേണ്ടി അതിന്റെ പ്രത്യാഘാതം എന്നോണം നിയമസംഹിതകൾ മാറും, നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായിരുന്നു. ജോജി ജേക്കബ്, ബെറ്റ്സ് എലവത്തിങ്കൽ, ടീസൺ TJ, തങ്കപ്പൻ K, മോഹൻദാസ് BB തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് സ്വദേശി ഷാജി ആക്രികൾ ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് യന്ത്രം ഷാജിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മീഡിയ 4 അന്വേഷണം. ചേർപ്പ് സ്വദേശി ഷാജി മേനോന് 7ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ഷാജി മേനോൻ ഇപ്പോൾ അറിയുന്നത് ഹൈടെക് ഷാജി മേനോൻ എന്നാണ്. അതിലേക്കുള്ള കഥകൾക്ക് പിന്നാമ്പുറങ്ങളുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ ഒരു മനുഷ്യൻ ഒരു ഉൽപ്പന്നം, ഒരു ഉപകരണം കണ്ടെത്തിയത്. ഉപകരണത്തിന്റെ കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരേ സമയം 5 ജോലി എടുക്കും ഈ ഉപകരണം. അതായത് ഒരേ സമയം 5 കാര്യങ്ങൾ ഈ ഉപകരണത്തിലൂടെ വ്യത്യസ്തമായ മെറ്റീരിയലിലൂടെ ചെയ്യാൻ പറ്റും. 5 പേർക്ക് തൊഴിൽ എന്നതിനപ്പുറമായിട്ട് ഈ ഉപകരണം നമ്മളെല്ലാം ഉപേക്ഷിച്ച് കളയുന്ന പലതരം ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം ഇപ്പോൾ ചെലവുണ്ട്. ഇനി അതിന്റെ പണി പൂർത്തീകരിക്കണമെങ്കിൽ 4 ലക്ഷം വേണം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമാണ്. ഉപകരണത്തിന്റെ അവസ്ഥ ഇപ്പോൾ കണ്ടാൽ ഞെട്ടിപ്പോകും. ഉപകരണം ഒരു വീടിന്റെ ധൈയിൽ
ആ വീടിന്റെ മുറ്റത്തിങ്ങനെ തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ സ്വപ്നങ്ങൾ കണ്ട ഹൈടെക് ഷാജി മേനോൻ ഒടുവിൽ കിട്ടിയത് ഹൈടെക് എന്ന ആ പേര് മാത്രം. മറ്റുള്ള കാഴ്ചകളെല്ലാം ഈ ദൃശ്യങ്ങൾ പറയും. ഒരേ സമയം കട്ടിംഗ്, ഗ്രൈൻഡിംഗ്, ബോറിംഗ്, ഡ്രില്ലിംഗ്, ബഫിംഗ് തുടങ്ങിയ തൊഴിലുകൾ അപകടരഹിതമായി മൾട്ടിപർപ്പസ് യന്ത്രത്തിലൂടെ നിർവഹിക്കാമെന്ന ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി മടത്തി വീട്ടിൽ ഷാജി മേനോൻ എന്ന ഹൈടെക് ഷാജിയുടെ സ്വപ്നമാണിപ്പോൾ തുരുമ്പ് പിടിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ യന്ത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാതി വഴിയിൽ സുഹൃത്ത് കൈയൊഴിഞ്ഞു. 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രം കൈമുതലുള്ള ഷാജി സ്വപ്രയത്നത്തിലാണ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞത്. ഇത് പൂർത്തീകരിച്ചാൽ യന്ത്രം നിർമ്മിച്ച് പ്രശസ്തി നേടുക എന്നതിനപ്പുറം കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുകയും കുറഞ്ഞ ചെലവിൽ ഏവർക്കും സേവനം നൽകാനും ഇതുവഴി സാധിക്കുമെന്ന ചിന്ത ഷാജിയെ തളർത്തിയില്ല. ഇതുവരെ 6 ലക്ഷം രൂപ യന്ത്രത്തിന് മുടക്കി. ഇതിനിടയിൽ മൾട്ടിപർപ്പസ് യന്ത്രം സ്ഥാപിച്ചിട്ടുള്ള ഷെഡ് ഒഴിയാൻ പറഞ്ഞതോടെ യന്ത്രവും പെരുവഴിയിലായി. യന്ത്രത്തിനു വേണ്ടി സ്വന്തം കിടപ്പാടം പണയം വെച്ചതോടെ അതും ജപ്തി വക്കിലാണ്. വൈകാതെ ഷാജിയും പെരുവഴിയിലാകും. കോടന്നൂർ ശാസ്താംകടവിലുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമ മൂലം ഇപ്പോൾ അവരുടെ വീടിന് മുൻപിൽ ഈ യന്ത്രം ഇട്ടുകൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന മഴയത്ത് യന്ത്രത്തിന് മുകളിൽ ഒരു ഷീറ്റ് മേടിച്ചിടാൻ പോലും ഷാജി നിസ്സഹായനാണ്. കാലപ്പഴക്കത്താൽ ആക്രിക്കടകളിലേക്ക് തള്ളിയ കപ്പൽ മുതൽ സൈക്കിൾ വരെയുള്ള വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു യന്ത്രം നിർമ്മിക്കാൻ 80 ലക്ഷം ചെലവ് വരുമെന്നിരിക്കെ 10 ലക്ഷത്തിനാണ് ഷാജി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഈ മൾട്ടിപർപ്പസ് യന്ത്രത്തിന് രജിസ്ട്രേഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ് താനും. തന്റെ സ്വപ്നം പൂർത്തീകരിക്കണം, ഷാജി പ്രതീക്ഷയോടെ പറഞ്ഞു. ഇത് മെഷീൻ കണ്ടുപിടിച്ച്, അതായത് കംപ്ലീറ്റ് സ്ട്രാപ്പുകളെ കൊണ്ടാണ് ഈ സാധനം ചെയ്തത്. കപ്പൽ മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങളുടെ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. ഇതിൽ 5 തരം ജോലി ഒരേ സമയത്ത് 5 ആൾക്ക് 5 തരം, കട്ടിങ്, ഡ്രില്ലിങ്, ബഫിങ്, ഗ്രൈൻഡിങ്, ഇതൊക്കെ 5 ആൾക്ക് 5 തരത്തിലുള്ള കിടച്ചിൽ അങ്ങനെ 5 ആൾക്ക് ചെയ്യാം. പിന്നെ ഇത് പൂർത്തീകരിക്കാൻ ഇപ്പോൾ 3 ലക്ഷം രൂപയിൽ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ലക്ഷം രൂപ കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ ആൾ കയ്യും മലർത്തിയ കാരണം ഇപ്പോൾ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഡാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇടാൻ ഷെഡില്ലാത്ത കൊണ്ട് അങ്ങോരുടെ പറമ്പിലാണ് ഇപ്പോൾ ഈ മെഷീൻ കൊണ്ടുവന്നിട്ടത്. ഇത് 13 അടി ഹൈറ്റ് ആയിരുന്നു. എല്ലാ ദിവസവും പതിവ് തെറ്റാതെ ഷാജി തന്റെ സ്വപ്ന യന്ത്രത്തിനു മുന്നിൽ വരും. നിശ്ചലമായി കിടക്കുന്ന യന്ത്രത്തിലേക്ക് നിസ്സഹായനായി നോക്കി നിൽക്കും. മീറ്റർ സൂചി ചലിക്കുന്നുണ്ടോ? ഒന്നുകൂടി ഒന്ന് നോക്കി ഉറപ്പിക്കും. ഇല്ല. നിസ്സഹായനായി നടന്നകലുമ്പോൾ തനിക്ക് യന്ത്രം തന്ന പേര് ആരോ വിളിക്കുന്നതായി കേൾക്കും. ഹൈടെക് ഷാജിയേട്ട. ഹൈടെക് ഷാജിയേട്ടനെ വിളിക്കണമെങ്കിൽ 9567924588 എന്ന നമ്പറിൽ വിളിക്കാം, ചേർത്ത് നിർത്താം. നൗഫൽ വാടാനിപ്പള്ളിക്കൊപ്പം ജോബി ജോൺ, മീഡിയ 4. ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം പയ്യങ്കൽ ഭരണി മഹോത്സവത്തിന് കൊടികയറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഹരീഷ് തിരുമേനി നേതൃത്വം നൽകി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, സെക്രട്ടറി സുഭാഷ് കൊടാക്കി, ആഘോഷ കമ്മിറ്റി കൺവീനർ AC അനിൽകുമാർ, ജോയിന്റ് കൺവീനർ മനോജ് മീനങ്ങാത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ കലാകാരി മരിച്ചു. അരിമ്പൂർ താശ്ശേരി ജയരാജ് ഭാര്യ 67 വയസ്സുള്ള സതിയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 9 മണിക്ക് കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം. പതിനൊന്ന് പേരടങ്ങിയ കൈകുട്ടികളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത്.
കളി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുള്ളവർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചു. വയോജനങ്ങൾക്ക് മാനസികോല്ലാസത്തിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി. 67 വയസ്സിലും ചുറുചുറുക്കോടെ നൃത്തവും പാട്ടുമായി കൂടെയുള്ള അംഗങ്ങൾക്കൊപ്പം വാർദ്ധക്യകാലം കലാപരമായ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. സുമിത്ര ക്ലബ് അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയിലെ നിറസാന്നിധ്യമായിരുന്നു സതി. സംസ്കാരം ഉച്ചയ്ക്ക് 12 നടക്കും. മക്കൾ വാണി, വീണ. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ 54 വയസ്സുള്ള ക്രിസ്റ്റി, ഭാര്യ 46 വയസ്സുള്ള നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ 64 വയസ്സുള്ള ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 കൊളത്തൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. പെട്ടെന്ന് ബ്രേക്കിട്ട് ചരക്ക് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയിട്ട കാറിന് പിറകിൽ നിന്നുവന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചു കയറി. ലോറിക്കും ബസിനും ഇടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും കൊടകര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് 3/4 മണിക്കൂറോളം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖായോഗം നടന്നു. കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടന്നു. ഭരതനാട്യം, നാടോടി നൃത്തം, സിംഗിൾ ഡാൻസ്, ലളിതഗാനം, ഗുരുദേവ കീർത്തനം എന്നീ ഇനങ്ങൾക്ക് വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖയ്ക്ക് സമ്മാനം ലഭിച്ചു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ചായക്കടകളിൽ മോഷണം. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെളിപ്പറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജിക്കട, വത്സാലയത്തിന് സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്ഥാപനങ്ങളുടെ താഴെ തകർത്താണ് മോഷണം നടത്തിയത്. ബജിക്കടയിലെ ചില്ലറ പെട്ടിയിലും ചാരിറ്റി ബോക്സിലും ഉണ്ടായിരുന്ന 3000-ഓളം രൂപ നഷ്ടപ്പെട്ടു. 10,000 ഉണ്ടായുള്ളൂ. പിന്നെ ഇവിടെ കട അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേക്കും കണ്ട്. എത്ര മണിക്കാണ് ഞാൻ വന്നത് 7-7:15. അതാ ഞാൻ എപ്പോഴും പറഞ്ഞ ടൈം അതന്നെ. ഡെയിലി വന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ എൻ്റെ മോൻ വന്ന് കട ഉറക്കലും. എങ്ങനെയാണ് താഴെ പൊളിച്ചിട്ടാണ്? താഴെ പൊളിച്ചിട്ട് സാധനം അവിടെ ഇരിക്കുന്നു ഇവിടെ. അപ്പൊ ഞാൻ അടിച്ചു വരാൻ പോയപ്പോ അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നു. പൈസ പാത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഇതുപോലെ ഉണ്ടായിരുന്നു? 2 പ്രാവശ്യം ആ കടയും കുത്തി പൊളിച്ച്. അന്ന് 9,000 ഉണ്ടായി. ഇതേപോലെ ഇവിടെ ഒരു 5-6,000 ഉണ്ടായിരുന്നു അന്ന് ആദ്യത്തെ ഇതാണ്. ജയശ്രീ തട്ടുകടയിൽ നിന്നും 600 രൂപ നഷ്ടപ്പെട്ടു. രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആനച്ചമയ കലാകാരൻ ശങ്കരൻകുട്ടി അന്തരിച്ചു. ആനച്ചമയ കലാകാരൻ പെരുമ്പള്ളിശ്ശേരി പടിഞ്ഞാറേപ്പുരയ്ക്കൽ PK ശങ്കരൻകുട്ടി നിര്യാതനായി. 70 വയസ്സായിരുന്നു. പൂരത്തിലെ കുടകൾക്കുള്ള ഒറ്റൽപ്പണി, നെറ്റിപ്പട്ട, കുമിളകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ്. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടിക്ക് വേണ്ടിയും ഗുരുവായൂർ, ചേർപ്പ്, ആറാട്ടുപുഴ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയും ഒറ്റൽപ്പണി ചെയ്യുന്നു. പിച്ചളപ്പണികൾ, ഭണ്ഡാരം, വാളുകൾ എന്നിവ നിർമ്മിക്കുന്നതിലും വിദഗ്ധനാണ്. ഭാര്യ സുലോചന, മക്കൾ സുനിത, സുജിത, സുധീഷ്. സംസ്കാരം വെള്ളിയാഴ്ച 8:30 നടക്കും. ചേറ്റുവ ചന്ദനക്കുടം നേർച്ച ആഘോഷത്തിന്റെ ഭാഗമായി ചേറ്റുവയിലെ പ്രമുഖ ക്ലബ്ബുകളായ മഹാത്മാ ബ്രദേഴ്സ്, മേമൻസ്, FAC ചലഞ്ചേഴ്സ്, യുണൈറ്റഡ്സ് എന്നീ ക്ലബ്ബുകളുടെ ഘോഷയാത്ര വർണ്ണാഭമായി. വിവിധതരം വാദ്യമേളങ്ങളും DJ, ഒപ്പന എന്നിവ കാണികളെ ആവേശത്തിലാക്കി. രാത്രി 8 മണിയോടെ ചേറ്റുവയിലെ പല മേഖലകളിൽ നിന്നും ക്ലബ്ബുകളുടെ കാഴ്ച ആരംഭിക്കും.
ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ 18 കാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിച്ച ഭാഗ്യശാലിക്ക് സമ്മാനം വിതരണം ചെയ്തു. ഇഷാര ഗോൾഡൻ ഡയമണ്ടിന്റെ പുതിയ 18 കാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുന്നതിനു വേണ്ടി റേഡിയോ, TV, സോഷ്യൽ മീഡിയ വഴി ഒരുക്കിയ കോൺടെസ്റ്റിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയവരിൽ നിന്നും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിച്ചു. വിജയിയായ PS ലക്ഷ്മി ചിറക്കലിന് ഇഷാര MD സാഗർ പോട്ടയിൽ, PRO ഉബൈദു എന്നിവർ ചേർന്ന് സമ്മാനദാനം നടത്തി. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലമായ ആഭരണ കളക്ഷനിലേക്ക് ഒരു പുതിയ അഡീഷൻ കൂടെ വരികയാണ്. 18 ക്യാരറ്റിൻ്റെ വളരെ വിശാലമായ പുതിയ കളക്ഷൻ. പുതിയതായി ആരംഭിക്കുന്ന 18 ക്യാരറ്റിൻ്റെ ഈ പുതിയ സെക്ഷനിലേക്ക് കസ്റ്റമറുടെ കൂടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പേര് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരഞ്ഞെടുത്ത 3ഓളം പേരുകളിൽ നിന്ന് കസ്റ്റമറിൽ നിന്നും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കസ്റ്റമർ സെലക്ട് ചെയ്ത് ഏറ്റവും വോട്ട് കിട്ടിയ എമ്മ എന്ന പേര് നമ്മൾ 18 ക്യാരറ്റ് സെക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. പരിപാടിയിൽ റേഡിയോ ജോക്കി വിനീത്, വർണ്ണ, മാധ്യമപ്രവർത്തകൻ ഹരി പെരിഞ്ഞനം എന്നിവർ ഗസ്റ്റുകളായി പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ മർദ്ദിച്ച യാത്രക്കാരൻ മരണപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം നടന്നു. ചേർപ്പ് സ്വദേശി ഷാജി ആക്രികൾ ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് യന്ത്രം ഷാജിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മീഡിയ 4 അന്വേഷണം. ആനച്ചമയ കലാകാരൻ പെരുമ്പളിശ്ശേരി പടിഞ്ഞാറേപ്പുരയ്ക്കൽ PK ശങ്കരൻകുട്ടി നിര്യാതനായി. ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.